കൂട്ടുകാരെല്ലാവരും ഇപ്പം 1 മുതൽ 10 വരെ എങ്ങനെ എഴുതാമെന്നുള്ളത് പഠിച്ചു അല്ലേ? എല്ലാവർക്കും നല്ലോണം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി 10ന് ശേഷം കുറച്ചുകൂടെ നമുക്ക് പഠിക്കാനുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ 11 മുതൽ 20 വരെ. മനസ്സിലായല്ലോ കൂട്ടുകാർക്ക്? അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് 11 മുതൽ 20 വരെ എങ്ങനെ എഴുതാമെന്നുള്ളതാണ്. നിങ്ങൾക്ക് എളുപ്പമായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്കൊരു ചെറിയ സൂത്രം പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ ഞാൻ 1 മുതൽ 10 വരെ നിങ്ങൾക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം പഠിച്ചതാണ് അല്ലേ? ഇനിയിപ്പോൾ നമ്മൾ 11 മുതൽ 20 വരെ. അയ്യോ, 11 മുതൽ 20 വരെ കുറേ ഉണ്ടാവുമല്ലോ, അതെങ്ങനെയാണ് എഴുതുക? ഒരാൾ ഒരു പേടിയും വേണ്ട, ഭയങ്കര ഈസിയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ തന്നിരിക്കുന്ന ഓരോ അക്കങ്ങൾക്കും മുൻപിലായിട്ട് 1 ചേർത്തിയാൽ മതി. 1 ചേർത്തി കഴിഞ്ഞാൽ അത് 11 മുതൽ നമുക്ക് എഴുതാൻ പറ്റും. കാണിച്ചു തരട്ടെ? എല്ലാവരും ശ്രദ്ധിച്ചോളണേ. അപ്പോൾ 11 നമ്മൾ ആദ്യം എഴുതാൻ പോവാം. എങ്ങനെയാ? ഞാൻ എന്താ പറഞ്ഞത്? ഇതിന് മുൻപായിട്ട് 1 ചേർക്കുക എന്ന് അല്ലേ? ചേർക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ 1 എഴുതുക. എങ്ങനെ? ഇപ്പോൾ ഇവിടെ ഇപ്പോൾ 1 അല്ലേ? ഇപ്പം ഞാൻ പറഞ്ഞത് 1 കൂടെ ചേർത്താൻ പറഞ്ഞത് അല്ലേ? അപ്പോൾ ഇതെന്താണ്? ഇത് 11. അതായത് 2 1 എഴുതി കഴിഞ്ഞാൽ ഇത് 11. മനസ്സിലായല്ലോ കൂട്ടുകാർക്ക്? ഇതാണ് 11. അതുപോലെ തന്നെ ഇപ്പോൾ ഈ 2ൻ്റെ മുമ്പിൽ 1 നമ്മൾ എഴുതാൻ പോവാം. അപ്പോൾ അതെന്താണ്? അതാണ് 12. മനസ്സിലായ? എങ്ങനെ എഴുതാൻ നമുക്ക് നോക്കാം. 1 ഞാൻ പറഞ്ഞ പോലെ എഴുതി നിങ്ങൾ. പിന്നെ ഈ 2 അതേപോലെ തന്നെ എഴുതുന്നു. അതാണ് 12. മനസ്സിലായ കൂട്ടുകാർക്ക്? എങ്ങനെ? ആദ്യം 1 നമ്മൾ എഴുതുന്നു, എന്നിട്ട് ഈ 2 പിന്നെ എഴുതുന്നു. അപ്പോൾ എന്തായി? 12ആയി. മനസ്സിലായ? അപ്പോൾ അടുത്തത് നമുക്ക് 13 എഴുതാം. 13 അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എഴുതി നോക്കാം. ആദ്യം 1 എഴുതി അല്ലേ? ആദ്യം 1 എഴുതിയിട്ട് ഈ 3 ഇവിടെ എഴുതുക. എങ്ങനെ? മനസ്സിലായ? ആദ്യം 1 എഴുതി നമ്മൾ, പിന്നെ ഈ 3 എഴുതി. ഇതാണ് 13. മനസ്സിലായോ കൂട്ടുകാർക്ക്? അതുപോലെ ഇനി 14 എഴുതാൻ പോവാം. 14 എങ്ങനെ എഴുതുക? ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം 1 എഴുതുക, എന്നിട്ട് ഈ 4 എഴുതുക. അതാണ് 14. മനസ്സിലായോ? എങ്ങനെ? ആദ്യം 1 എഴുതിയിട്ട് പിന്നെ 4 എഴുതുക. അപ്പോൾ 14ആയി. മനസ്സിലായോ കൂട്ടുകാർക്ക്? ഓക്കെ. ഇനി അടുത്ത നോക്കാം. അടുത്തത് എന്താ? 15. 15 എങ്ങനെ എഴുതുക? ഒന്ന് പറഞ്ഞേ. ആദ്യം 1 എഴുതുക, എന്നിട്ട് 5 എഴുതുക. മനസ്സിലായോ കൂട്ടുകാരന്? അതായത് ആദ്യം 1 എഴുതിയിട്ട് 5 എഴുതുക. അപ്പോൾ ഇത് 15ആയി അല്ലേ കൂട്ടുകാരെ? അടുത്ത് നമുക്ക് നോക്കാം. അടുത്തത് 6. നമ്മളിപ്പോൾ 16 എഴുതാൻ പോകുന്നത് അല്ലേ? എന്താണ് എഴുതാൻ പോകുന്നത്? 16. അപ്പോൾ അതെങ്ങനെ എഴുതുക? ആദ്യം 1 എഴുതിയിട്ട് 6 എഴുതുക. അതാണ് 16. മനസ്സിലായ? എങ്ങനെ? ആദ്യം 1 എഴുതിയിട്ട് 6 എഴുതുക. 16. മനസ്സിലായില്ലേ കൂട്ടുകാർക്ക്? അതുപോലെ തന്നെ ഇനി 17 എഴുതി കാണിച്ചേ. 1 7. എങ്ങനെ? 1 7 അല്ലേ? ഇനി അടുത്തത് 18 എഴുതാൻ പോവാ. എങ്ങനെയൊന്ന് പറഞ്ഞേ. 1 8 അല്ലേ? എങ്ങനെ എഴുതിയേ? 1 8. വെരി ഗുഡ്. 8. അപ്പോൾ 18ആയി. ഇനി അടുത്ത് നമ്മൾ 19 എഴുതാൻ പോകുന്നത്. എന്തെന്ന്? 19. 1 9. എന്താണ്? 1 9. 19.
മനസ്സിലായല്ലോ കൂട്ടുകാർക്ക്? ഇനി അവസാനം നമ്മൾ എഴുതാൻ പോകുന്നത് 20. എന്താ മനസ്സിലായോ? 20 ചെറിയ വ്യത്യാസമുണ്ട്. 20 നമ്മൾ എന്താ എഴുതുന്നതാ? ഈ 0 ഇടും, 2 ഇടും. മനസ്സിലായോ? അങ്ങനെ 2 ഇട്ടിട്ട് 0 ഇടും. അതാണ് 20. മനസ്സിലായോ കൂട്ടുകാർക്ക്? അപ്പം 11 മുതൽ 19 വരെ നിങ്ങൾക്ക് എഴുതണമെങ്കിൽ എല്ലാ അക്കങ്ങൾക്കും മുൻപിലായിട്ട് നമ്മൾ 1 ചേർത്തിയാൽ മതി. എങ്ങനെ? ഈ പറഞ്ഞ പോലെ 1 എഴുതി കഴിഞ്ഞാൽ ഇത് 11 ആയി. അതുപോലെ തന്നെ ഇത് 12, 13, 14, 15, 16, 17, 18, 19, അവസാനം 20. അല്ലേ? എന്താണിത്? 20. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇപ്പോൾ 11 മുതൽ 20 വരെ എഴുതാൻ പഠിച്ചല്ലോ. കൂട്ടുകാർക്ക് ഇപ്പം ഞാനൊരു ചെറിയൊരു പരീക്ഷ പോലെ വെക്കാൻ പോവാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് അക്കങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അതേസമയം ചില അക്കങ്ങൾ ഇവിടെ കാണുന്നുമില്ല. അപ്പോൾ ഇവിടെ എഴുതാത്ത അക്കങ്ങൾ ഏതാണ്, എവിടെയാണ് വരാന്നുള്ളത് നമുക്ക് കണ്ടുപിടിച്ച് എഴുതാം. തുടങ്ങാം. ശരി. ഇപ്പോൾ 11 മുതൽ 20 വരെയാണ് ഇതുള്ളത്. തുടങ്ങട്ടെ. 11, പിന്നെ ഒന്നുമില്ല, പിന്നെ 13ആണുള്ളത്. അപ്പോൾ 11-ന് ശേഷവും 13-ന് മുൻപുമായിട്ടുള്ള അക്ക ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 11, 12, 13 അല്ലേ? അപ്പോൾ 12ആണ് ഇത് 2 അക്കങ്ങളുടെയും നടുക്ക് വരുന്നത്. അപ്പോൾ 12 എഴുതാം. 1, 2, ഇതാണ് 12 അല്ലേ? വെരി ഗുഡ്. ഇനി അടുത്തത് 13, പിന്നെ ഒന്നുമില്ല, പിന്നെ 15ആണുള്ളത്. അപ്പോൾ 13-നും 15-ൻ്റെയും നടുക്കായിട്ട് വേറൊരു അക്കം കൂടി ഉണ്ട്. എന്താണത്? 14 അല്ലേ? 14, 1, 4, 14. വെരി ഗുഡ്. അടുത്ത് നോക്കാം. ഇനി 15-ന് ശേഷം ഒന്നും എഴുതിയിട്ടില്ല, പിന്നെ 17ആണ് എഴുതിയിട്ടുള്ളത് അല്ലേ? അപ്പോൾ 15-ന് ശേഷവും 17-ന് മുൻപുമായിട്ട് വരുന്ന അക്കം അതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കേണ്ടത്. എന്താണത്? 16 അല്ലേ? വെരി ഗുഡ്. 16 എങ്ങനെ എഴുതിയേ? 1ഉം 6ഉം. അതാണ് 16. ശരി. ഇനി അടുത്ത് നോക്കാം. 17-ന് ശേഷവും 19-ന് മുൻപും ഒരക്കം ഇല്ല ഇവിടെ. അപ്പോൾ അതേതാ? ഒന്ന് പറഞ്ഞേ. 17, 18, 19 അല്ലേ? അപ്പോൾ 18ആണ് 2 അക്കങ്ങളുടെയും നടുക്ക് വരുന്നത്. 18 എങ്ങനെ എഴുതുക? 1ഉം 8ഉം അല്ലേ? 18. വെരി ഗുഡ്. ഇനി അവസാനം 19-ന് ശേഷം ഏതാ വരുന്നത്? ഒന്ന് പറഞ്ഞേ. 20 അല്ലേ? എല്ലാവർക്കും നന്നായിട്ട് അറിയാലോ. വെരി ഗുഡ്. 20 എങ്ങനെ എഴുതുക? 2ഉം 0ഉം അല്ലേ? അപ്പോൾ ഒന്ന് പറഞ്ഞേക്കോല്ലോ നമുക്ക്. 11, 12, 13, 14, 15, 16, 17, 18, 19, 20. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും 11 മുതൽ 20 വരെ കാണാപ്പാടായി അല്ലേ?